എല്ലാം കൂടെ പത്മകുമാറിന്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെന്നേ. ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാണ് 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക? നമ്മളെക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അന്നേ പത്മകുമാർ പറഞ്ഞു എല്ലാം എൻ്റെ നെഞ്ചത്തോട്ട് വെക്കണ്ട, ഇതിൽ ഉന്നതരുണ്ട്. ആ വാക്കുകളിലൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ ദാ നോക്കൂ, ഈ വൈകിയ മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം എന്ന് പറയുന്നത് പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി നൽകിയിരിക്കുന്നു എന്നാണ്. അതായത് കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്തയക്കുന്നത്. ആ കത്ത് ദേവസ്വം ബോർഡിന് കൈമാറി. ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാനുള്ള ആ കത്ത് നൽകിയത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡിന് അയക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. SITക്ക് നൽകിയ മൊഴി അതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചോദിച്ചു, ഇത് ഉന്നതമായ രാഷ്ട്രീയ ബന്ധം ഇക്കാര്യത്തിലുണ്ട്. ഒരു ബോർഡ് മാത്രം വിചാരിച്ചാൽ ഈ വലിയ കൊള്ള നടത്താനാകുമോ എന്ന വലിയ സംശയം പത്മകുമാർ അടക്കം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്? നീലിമ, ഈ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ CPMനും നേരത്തെ പറഞ്ഞിരുന്നു, ഇതിൽ ഉൾപ്പെട്ട ആൾക്കാർ ആരായിരുന്നാലും പാർട്ടിയോ ഇടതുപക്ഷമോ സംരക്ഷിക്കില്ല എന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ SIT വളരെ മന്ദഗതിയിലാണ് പോകുന്നതെന്നൊക്കെ നേരത്തെ എല്ലാം പറഞ്ഞല്ലോ. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയാണ്. അന്നൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, അവരൊക്കെ മേളിലോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഇരുന്നത്. ഇപ്പം എങ്ങനെയായി? അപ്പം ഈ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആരായിരുന്നാലും, പത്മകുമാറായിരുന്നാലും ശ്രീ വാസു ആയിരുന്നാലും ശ്രീ മുരാരി ബാബു ആയിരുന്നാലും ആരായിരുന്നാലും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർക്കാണെങ്കിലും ഒരു സംരക്ഷണവും ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ CPMോ കൊടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങൾ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത് ഇതാ പോവുകയാണെന്ന്. നിങ്ങൾക്ക് SITയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിഞ്ഞില്ല. കാര്യം SIT കൊടുക്കുന്ന എല്ലാം എന്ന് വെച്ചാൽ ഇതുവരെ മാധ്യമങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റായി വന്നിട്ടുണ്ടോ? മാധ്യമങ്ങൾ പറഞ്ഞ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വലിയ വാർത്തകളായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ആദ്യം ഞങ്ങളൊന്ന് പറഞ്ഞു വെക്കട്ടെ. ആദ്യം ജനം TV-യാണ് ഈ സന്നിധാനത്ത് നിന്നും നടയടച്ച സമയത്ത് സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ള വാർത്ത ആദ്യം നൽകുന്നത് ജനം TV-യാണ്. ജനം TV-യുടെ വാർത്തയുടെ ചുവട് പിടിച്ചാണ് മറ്റു മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. ഹൈക്കോടതിയുടെ പരിധിയിലേക്ക് ഈ വസ്തുതകളെല്ലാം വരുന്നത് ജനം TV നൽകിയ വാർത്തയെ തുടർന്നാണ്. അതാണ് ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിൽ ഈ സന്നിഗ്ധാവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ വളരെ കൃത്യമായി സംഭവിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, മാധ്യമങ്ങളെല്ലാം പറഞ്ഞതെല്ലാം കൃത്യമായി സംഭവിച്ചെങ്കിൽ നിങ്ങൾ നേരത്തെ എല്ലാം SIT അതുപോലെ തന്നെ സ്പെഷ്യൽ ഹൈക്കോടതിയെല്ലാം നിങ്ങൾ കുറ്റം പറയില്ലായിരുന്നല്ലോ. നേരത്തെ നിങ്ങൾ ചർച്ചയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്നെല്ലാം നിങ്ങൾ ഹൈക്കോടതി അതുപോലെ തന്നെ SITയൊക്കെ കുറ്റം വന്നതല്ലേ. ഉന്നതങ്ങളിലേക്ക് പോവില്ല, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇത് അന്വേഷിക്കുന്നത്, അതുകൊണ്ട് പോകത്തില്ല എന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞു. നോക്കൂ, ഇടതുപക്ഷ സർക്കാരിന് ഒരു തീരുമാനമുണ്ട്. ഈ അയ്യപ്പൻ്റെ മുതൽ കട്ട് ആരായിരുന്നാലും AO BO അവർ ശിക്ഷിക്കപ്പെടണം. അത് തിരിച്ചു കൊണ്ടുവരണം. ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് ഈ ഗവൺമെൻറ് ഇച്ഛാശക്തിയാണ് നീലിമ. അത് എന്തുകൊണ്ട് നിങ്ങൾ അതിന്? പക്ഷേ ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യമുണ്ട്, MV ഗോവിന്ദൻ പറഞ്ഞ കാര്യമുണ്ട്. അവർ കേവലം കുറ്റാരോപിതർ മാത്രമാണ്, കോടതിയിൽ കേസ് എത്തട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. മാത്രമല്ല അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇപ്പോൾ CPMനോ അല്ലെങ്കിൽ സർക്കാരിനോ അവകാശപ്പെടാവുന്നത് പോലെ ഇത് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോഡിയൊന്നുമല്ല ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത്. ഹൈക്കോടതിയെ പോലും ഞെട്ടിച്ച ചില വിവരങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസ്, ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം, അതിൽ സംസ്ഥാന സർക്കാരിനോ CPMനോ ഒരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല. നമ്മൾ ആരും ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞ ക്രെഡിറ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കുന്ന ഒരു കേസ്, SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി. ആ ഹൈക്കോടതി നിങ്ങൾ അന്നാ ഉദ്യോഗസ്ഥന്മാരെ തന്നെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു, ഇത് എഴഞ്ഞാണ് നീങ്ങുന്നത്. അത് ഉദ്യോഗസ്ഥന്മാർ കറക്റ്റായിട്ട് SIT മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതും പബ്ലിക്കായിട്ടല്ല, കോടതി ഓപ്പൺ കോർട്ടിലല്ല, അത് അടച്ചിട്ട് അവരൊക്കെയുള്ള സീല് വെച്ചിട്ട് ഇതിലാണ് റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഞാനിത് പറയുന്നത് ആര് ഇത് ചെയ്താലും അത് കൊണ്ടുവരേണ്ടത് ഈ സർക്കാരിൻ്റെ കൂടി കടമയാണെന്നേ. നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങളിപ്പോൾ കടകംപള്ളിയിൽ ഇതായിട്ട് പറയുന്നു. കടകംപള്ളിക്ക് ഇതിൽ എന്ത് ഇൻവോൾവ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം എന്ന് വെച്ചാൽ ഒരു കവനൻ്റ് ആക്ട് പ്രകാരമാണ് ഈ ഒരു കേരളത്തിൽ 5 ബോർഡുകൾ പോകുന്നത്, അറിയാലോ. 5 ദേവസ്വം ബോർഡുകൾ പോകുന്നത് കവനൻ്റ് ആക്ട് അനുസരിച്ചാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. ആ ഒരു ബൈറ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൽ അദ്ദേഹം പറയുന്നത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് ഒരു ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലും ഇടപെടാറില്ല എന്നാണ്. ഇടപെടാൻ പറ്റില്ലെന്നേ, ഇടപെടാറില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്.